കോഴിക്കോട് നഗരത്തിലെ സ്വകാര്യ ആശുപത്രിയുടെ പ്രവർത്തനത്തെ അങ്ങേയറ്റം താറുമാറിയാക്കിയാണ് നഴ്സുമാരുടെ സമരം ഇപ്പോഴും പുരോഗമിക്കുന്നത്. നഗരത്തിലെ പ്രധാന ആശുപത്രികളായ ബേബി മെമ്മോറിയൽ അടക്കമുള്ള ഇടങ്ങളിൽ പൂർണ്ണമായ രീതിയിൽ പണിമുടക്കിയാണ് നഴ്സുമാർ സമരമുഖത്തേക്ക് ഇറങ്ങിയത്. ഇതേ തുടർന്ന് ആശുപത്രിയുടെ പ്രവർത്തനത്തിന് വളരെ ദോഷകരമായി തന്നെ ബാധിച്ചിരുന്നു. കിടത്തി ചികിത്സ പൂർണ്ണമായി ഇപ്പോൾ നിലച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. സർജറികളടക്കം നടക്കാത്ത ഒരു രീതിയിലേക്കും കാര്യങ്ങൾ നീങ്ങുന്നു. അടിയന്തര ചികിത്സ ആവശ്യമുള്ളവരെ മാത്രമാണ് ഇപ്പോൾ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നത്. ജീവനക്കാരെ പിരിച്ചുവിടുന്ന അടക്കമുള്ള കടുത്ത നടപടികളും മാനേജ്മെന്റിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിരുന്നു. ഇതേ തുടർന്ന് ഇന്നലെ വലിയ സംഘർഷാവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയും ചെയ്തു. സംഘർഷം രൂപപ്പെട്ടതിനെ തുടർന്ന് രാഷ്ട്രീയ പാർട്ടികളടക്കം ഇടപെട്ടതോടെ ഈ ജോലിയിൽ നിന്നും പിരിച്ചുവിട്ടവരെ തിരിച്ചെടുക്കും എന്ന ഒരു ഉറപ്പ് മാനേജ്മെന്റ് നൽകിയിരുന്നു. ഒപ്പം ശമ്പള വർധനം അടക്കമുള്ള കാര്യങ്ങളിൽ ഒരു അനുകൂലമായ ഒരു തീരുമാനം ഉണ്ടാകുമെന്ന ഉറപ്പ് നൽകിയിരുന്നു. എന്നാൽ ആ ഉറപ്പുകളൊക്കെ ഇപ്പോൾ ജലരേഖയായി മാറിയിരിക്കുകയാണ്. അങ്ങനെ ഒരു ഉറപ്പ് നൽകിയിരുന്നില്ല, മറിച്ച് അപ്പോഴത്തെ പ്രശ്നം ഒഴിവാക്കാൻ വേണ്ടിയുള്ള ഒരു മാർഗം മാത്രമായിരുന്നു അത് എന്നാണ് മാനേജ്മെന്റ് പറയുന്നത്. എന്തായാലും ഇന്നലെ നിങ്ങളെ ജീവനക്കാരെ പിരിച്ചുവിട്ടത് തിരിച്ചെടുത്തു എന്ന രീതിയിലൊക്കെ അവർ വാഗ്ദാനം നൽകിയിരുന്നു. എന്നാൽ അങ്ങനെ ഒരു വാക്ക് പാലിക്കപ്പെട്ടിട്ടില്ല. ഇല്ല, അങ്ങനെയാണ് ഇപ്പൊ നമ്മുടെ MD അലസാന സാർ ഒരു വോയിസ് മെസ്സേജ് അയച്ചത്. അത് മാധ്യമങ്ങൾ ഇറക്കിയ ഒരു സുത്ത നുണയാണ്. ഞാൻ അവരെ പിരിച്ചുവിട്ടവരെ തിരിച്ചെടുക്കത്തില്ല. കാരണം അവർ ഹോസ്പിറ്റലിനെതിരായിട്ടുള്ള ഒരു സ്പൈ വർക്ക് ചെയ്തത്. സ്പൈ വർക്ക് എന്ന് അയാൾ ഉദ്ദേശിക്കുന്നത് തന്നെയാണ് സമരത്തിനെ അനുകൂലിച്ചു. സമരത്തിനെ ഈ ലോകത്തിലുള്ള എല്ലാ നഴ്സുമാരും അനുകൂലിക്കുന്നുണ്ട്. അപ്പൊ സമരത്തിനെ അനുകൂലിച്ചെന്നും പറഞ്ഞൊരു ടെർമിനേഷൻ ലെറ്റർ തരാൻ പറ്റത്തില്ല. അതും പേഷ്യന്റിന്റെ ഇടയ്ക്ക് വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഒരാളെ ഇറക്കി വിട്ടെന്ന് പറഞ്ഞാൽ അയാൾക്ക് ആ ഹോസ്പിറ്റലിനോട് അത്രയേ ഉള്ളൂ, അല്ലേ? അത്രയേ ഉള്ളൂ താല്പര്യം. അതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവിടെ ഹോസ്പിറ്റലിനോട് ഇപ്പം താല്പര്യം കാണിക്കുന്ന ഉള്ളി നഴ്സുമാരാണ്. ഇപ്പൊ എനിക്കൊരു പെട്ടെന്നൊരു ന്യൂസ് കിട്ടിയിട്ടുണ്ട്. ഹോസ്പിറ്റലിനുള്ളിൽ വർക്ക് ചെയ്യുന്ന നേഴ്സസിനെ അവിടുത്തെ ഡോക്ടേഴ്സ് ഭയങ്കരമായിട്ട് പീഡിപ്പിക്കുന്നെന്ന്. അതായത് ഇപ്പൊ എനിക്ക് വോയിസ് മെസ്സേജ് ഉള്ളതാണ്, തെളിവുണ്ട് അതിന്. അതായത് ഒരു നേഴ്സ് വർക്ക് ചെയ്യുമ്പോൾ കുറെ പേഷ്യൻസ് ഒക്കെ വന്നു കഴിഞ്ഞു കഴിയുമ്പോൾ നിങ്ങൾ കാരണമല്ല, നേഴ്സുമാർ സമരത്തിന് പോയത് കൊണ്ടല്ലേ, അതുകൊണ്ട് നിങ്ങൾ തന്നെ അങ്ങോട്ട് ചെയ്യുക. അങ്ങനെ ഉള്ളിൽ ഇപ്പൊ പ്രശ്നം നടക്കുന്നുണ്ട്. അപ്പം ഈ മാനേജ്മെന്റ് ഭയങ്കര വഷളാക്കുന്ന ഇത്. അവിടെയുള്ള മാനേജ്മെന്റ് ആണ് ഇത് വഷളാക്കുന്നത്, അധികാരികളാണ് ഇത് വഷളാക്കുന്നത്. നേഴ്സസിനാണ് പേഷ്യന്റിനോട് ഇപ്പൊ താല്പര്യം, അവരാണ് വർക്ക് ചെയ്യുന്നത്. ഈ സമരം ചെയ്യാവുന്നത് ഏത് തരത്തിലുള്ള തൊഴിലാളികളുടെ ഒരു അവകാശം കൂടിയാണല്ലേ? നിങ്ങളെ അങ്ങനെ ഒരു സമരത്തിന്റെ പേരിൽ മാത്രമാണ് പുറത്താക്കിയിരിക്കുന്നത്. എനിക്ക് തോന്നുന്നത് അങ്ങനെയാണ്. കഴിഞ്ഞ 16 വർഷമായിട്ട് ഞാൻ അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. ഇതുവരെ ഒരു സമരത്തിനോ ഞാൻ ഇറങ്ങിയിട്ടില്ല. പിന്നെ UN സപ്പോർട്ട് ചെയ്യണോ ചെയ്യണ്ടേന്നുള്ളത് എന്റെ പേഴ്സണൽ ഇതാണ്. അത് മാനേജ്മെന്റുമായിട്ട് യാതൊരു ബന്ധവുമില്ല. എനിക്കിനി ആ ഹോസ്പിറ്റലിലോട്ട് തിരിച്ചു കയറി അവിടെ ജോലി ചെയ്യണമെന്ന് യാതൊരു ആഗ്രഹവുമില്ല. പക്ഷെ അവർ തന്ന ലെറ്റർ മാറ്റി അടിച്ചു തരണം. നിങ്ങളുടെ കോൺട്രാക്ട് ഇനി ഇല്ല, അല്ലാതെ ടെർമിനേറ്റ് ചെയ്യുകയല്ല വേണ്ടത്. എന്തോ വലിയ തെറ്റ് ചെയ്ത പോലെ ടെർമിനേറ്റ് ചെയ്യുകയല്ല വേണ്ടത്. മാന്യമായിട്ട് പറഞ്ഞാൽ ഞങ്ങൾ സ്വയം റിസൈൻ ചെയ്ത് പൊക്കോളും. അതാണ് നിങ്ങളുടെ ആവശ്യം അല്ലേ? ഈ നിങ്ങൾ ഇപ്പോൾ ഇത്ര വർഷമായിട്ട് സർവീസ് ചെയ്യുന്നു, നിങ്ങളുടെ ശമ്പള വേതന വ്യവസ്ഥകളൊക്കെ തൃപ്തികരമായ അതിപ്പോ അന്നത്തെ കാലത്തെ അനുസരിച്ചുള്ള വേതനം തരുന്നുണ്ട്. 60 വയസ്സ് കഴിഞ്ഞിട്ട് എനിക്ക് അവിടെ വീണ്ടും വർക്ക് ചെയ്യാനുള്ള സാഹചര്യങ്ങളൊക്കെ തന്നു. പക്ഷേ ഇങ്ങനെയല്ലായിരുന്നു പറഞ്ഞു വിടേണ്ടത്. എന്തായാലും മറ്റ് പാർട്ടികളൊക്കെ അടക്കം രാഷ്ട്രീയ പാർട്ടികൾ അവരുടെ പിന്തുണയ്ക്ക് എത്തുന്ന ഒരു കാഴ്ച കാണാൻ കഴിയുന്നുണ്ട്. ഇന്നലെ BJP അടക്കമുള്ളവർ പിന്തുണയുമായി എത്തിയിരുന്നു. ഇന്ന് RMP അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികൾ കൂടെ അവർക്ക് പിന്തുണയുമായി എത്തുകൊണ്ടിരിക്കുന്നു. എന്തായാലും നഴ്സുമാരുടെ സമരത്തിനുള്ള പിന്തുണ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന കാഴ്ച കാണാൻ കഴിയുന്നു. ബേബി മെമ്മോറിയൽ ആശുപത്രിയിലെ ജീവനക്കാർ മാത്രമാണ്, അല്ലെങ്കിൽ അവിടുത്തെ നഴ്സുമാർ മാത്രമാണ് ഇപ്പോൾ ഇവിടേക്ക് പണിമുടക്കി എത്തിയിരിക്കുന്നത്. മറ്റ് ആശുപത്രികളിലെ നഴ്സുമാരും എത്തുമെന്ന് അറിയാൻ കഴിയും. ബേബി മെമ്മോറിയൽ അവിടെ ഹോസ്റ്റലിലെ ഇഷ്യൂസ് കറക്റ്റ് ചെയ്യപ്പെട്ടോ? ഇന്നലെ അവർ നൽകിയൊരു ഉറപ്പായിരുന്നു. ഇല്ല, ഞങ്ങൾക്ക് ഇന്ന് രാവിലെ ഫുഡ് തരില്ല എന്നാ പറഞ്ഞത്. കിട്ടിയില്ല, ഞങ്ങൾക്ക് ഫുഡ് കിട്ടിയിട്ടില്ല. ഇന്ന് രാവിലെ ഫുഡ് കഴിച്ചില്ല? ഇല്ല, ഞങ്ങൾ സ്വന്തം പൈസക്ക് കഴിക്കുക ചെയ്തത്. അവർ മെന്റലി ഉള്ള ഹരാസ്മെന്റ് മെന്റലി ഹരാസ്മെന്റ് അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. ഞങ്ങൾ ഇന്ന് രാവിലെ ചോദിച്ചിരുന്നു ഭക്ഷണം എന്താ തരാത്തെന്നുള്ളത്. അപ്പൊ അവർക്ക് ആ ഇൻഫോർമേഷൻ കിട്ടിയിട്ടില്ല. ഭക്ഷണം ഉണ്ടാക്കാൻ പറഞ്ഞിട്ടില്ല മാനേജ്മെന്റ് എന്നാ പറഞ്ഞിട്ടുള്ളത്. മറ്റ് പ്രഷർ ഉണ്ടോ? ഈ സമരം അവസാനിപ്പിക്കണമെന്നൊരു പ്രഷർ മറ്റ് ആശുപത്രിയിൽ ഇപ്പോൾ ഉള്ള ജീവനക്കാരുടെ മുകളിലുണ്ടോ?
ബാക്കി ആശുപത്രി ജീവനക്കാരിൽ നിന്നൊന്നും ഞങ്ങൾക്ക് പ്രഷറില്ല. അതായത് ഞങ്ങൾ ഈ സമരം അവസാനിപ്പിക്കും, ഞങ്ങൾക്ക് ഇതിങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോകണമെന്ന് ഒരാഗ്രഹവും ഇല്ല. പക്ഷെ ഞങ്ങൾ ഈ സമരം അവസാനിപ്പിക്കണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ മിനിമം വേതനമായിട്ടുള്ള 40,000 രൂപ അടിസ്ഥാന ശമ്പളം അത് കിട്ടുമെന്ന് ഞങ്ങൾക്ക് ഒരു ഉറപ്പ് കിട്ടുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഗവൺമെന്റ് അല്ലെങ്കിൽ നമ്മുടെ മാനേജ്മെന്റോ പറയുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ സമരം അവസാനിപ്പിക്കും. ഇന്നലെ അവർ കുറച്ച് കാര്യങ്ങൾ സമ്മതിച്ചിരുന്നു. രാഷ്ട്രീയ പാർട്ടികളൊക്കെ അടക്കം എത്തിയപ്പോൾ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിരുന്നു. അതിൽ നിന്ന് പൂർണ്ണമായി ഇപ്പൊ പിന്നോട്ട് പോയെന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത്, അല്ലെ? അതായത് ഹോസ്റ്റലിലെ കാര്യം സമ്മതിച്ചില്ല, 2 ജീവനക്കാരെ തിരിച്ചെടുക്കുമെന്ന് പറഞ്ഞ വാക്ക് പാലിച്ചില്ല. ഹോസ്റ്റലിലെ കാര്യം ഇന്നലെ നൈറ്റ് തന്നെ അവർ തമ്മിൽ മീറ്റിംഗ് ഉണ്ടായിരുന്നു. ജാസ്മിൻ ഷെയും നമ്മുടെ എന്താ പറയാ ഹോസ്പിറ്റലുകാരും തമ്മിൽ മീറ്റിംഗ് ഉണ്ടായിരുന്നു. ആ സമയത്ത് എന്താ പറഞ്ഞതെന്ന് പറയുകയാണെങ്കിൽ പിള്ളേർക്ക് ഹോസ്റ്റലിൽ കയറാം, അങ്ങനത്തെ കുഴപ്പങ്ങളൊന്നും ഇല്ലായിരുന്നു. അപ്പൊ ഞങ്ങളുടെ അടുത്ത് വന്ന് ജാസിക പറഞ്ഞിരുന്നു നിങ്ങൾ എല്ലാവരും കൂടെ ഹോസ്റ്റലിൽ പോക്കോ, അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല എന്ന് പറഞ്ഞു. പിള്ളേർ ഹോസ്റ്റലിലൊക്കെ പോയി. അപ്പൊ ഒന്നും ഒരു കുഴപ്പമില്ലായിരുന്നു, രാവിലെ വരെ കുഴപ്പമില്ലായിരുന്നു. പക്ഷെ രാവിലെ എഴുന്നേറ്റ് ഒരു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ചെന്നപ്പോഴാണ് അറിയുന്നത് ഇവർക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഇല്ല എന്നുള്ള കാര്യം. എന്നിട്ട് പകുതി പിള്ളേർ ഫുഡ് കഴിക്കാതെയൊക്കെയാണെന്ന് തോന്നുന്നു പകുതി പിള്ളേരും വന്നേക്കുന്നത്. കുറെ ആൾക്കാർ പുറത്തുനിന്ന് സ്വന്തം പൈസയ്ക്ക് പോയി ഫുഡൊക്കെ മേടിച്ച് കഴിച്ചിട്ടാണ് ഇപ്പൊ ഇവിടെ സമരത്തിൽ നിന്ന് വന്നേക്കുന്നത്. അവിടെ കുറച്ച് ചുരുങ്ങിയ ജോലി ചെയ്യുന്ന ആളുകളെയും ഇവര് ഹരാസ് ചെയ്യുന്നുണ്ടെന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. അത് നിങ്ങൾ മൂലമാണ്, അല്ലെങ്കിൽ നഴ്സുമാർ മൂലമാണ് ഈ ആശുപത്രിക്ക് ഇങ്ങനെ ഒരു പ്രതിസന്ധി വന്നിരിക്കുന്നത്, രോഗികൾക്ക് ഇങ്ങനെ ഒരു പ്രതിസന്ധി ഉണ്ടായെന്നൊക്കെ അങ്ങനെയുള്ള വിവരങ്ങളും പുറത്തു വരുന്നു. അവിടെയുള്ള ബാക്കിയുള്ള ജീവനക്കാർ ഇവർ ഹറാസ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതിനെ പറ്റിയുള്ള ഇൻഫർമേഷൻസ് ഒന്നും ഞങ്ങൾക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല കേട്ടോ. അതുകൊണ്ട് അതിനെപ്പറ്റി എനിക്ക് പറയാൻ കറക്റ്റ് ആയിട്ട് അറിയാം. സമരമുഖത്തുണ്ടാവും, ഉണ്ടാവും. സമരമുഖത്ത് ഞങ്ങൾ എന്താണേലും നഴ്സുമാർ എന്താണേലും ഉണ്ടാകും. അതായത് ഈ സമരം തീരുന്നവരെ ഞങ്ങൾ ഇവിടെ ഉണ്ടാവും. എന്തായാലും സമരമുഖത്ത് ഉറച്ചു നിൽക്കും എന്നാണ് നഴ്സുമാർ പറയുന്നത്. മുൻപ് പറഞ്ഞ വാക്കുകളിൽ നിന്നും മാനേജ്മെന്റ് പിന്നാക്കം പോയിരിക്കുകയാണ്. അതായത് പിരിച്ചുവിട്ട ജീവനക്കാരെ തിരിച്ചെടുക്കുന്ന കാര്യങ്ങളെക്കുറിച്ചടക്കം, അല്ലെങ്കിൽ ഹോസ്റ്റലിൽ നിന്ന് ഫുഡ് ലഭിക്കണം, ഭക്ഷണം നൽകുന്നതിന് അടക്കമുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ എത്തിയ ധാരണയിൽ നിന്നും പിന്നാക്കം പോയിരിക്കുകയാണ്. ശക്തമായ സമരവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് നഴ്സുമാരുടെ തീരുമാനം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.